ഇനി ഒരു വ്ളോഗറുടെ കഥയാണ്. വ്ളോഗർ വേറെ ആരുമല്ല, സഞ്ജു ടെക്കി തന്നെയാണ്. ആവേശം എന്ന സിനിമ കണ്ട ആവേശം കയറി സഞ്ജു ടെക്കി കാറിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കി. ആ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ട് റോഡിലിറങ്ങി. ഇതിൻ്റെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇട്ടു. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് വിടുമോ? ഇല്ല. സഞ്ജു ടെക്കിയെതിരെ കേസെടുത്തു. ഹൈക്കോടതി അടക്കം പറഞ്ഞു ഒരിളവും കൊടുക്കേണ്ട, കർശനമായ നടപടി വേണമെന്ന് പറഞ്ഞു. സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം അങ്ങ് റദ്ദ് ചെയ്തു. കഴിഞ്ഞില്ല. യൂട്യൂബും നടപടിയെടുത്തിരിക്കുന്നു. 8ഓളം വീഡിയോ, സമാനമായ 8ഓളം വീഡിയോ യൂട്യൂബിൽ നിന്ന് കമ്പനി നീക്കം ചെയ്തിരിക്കുകയാണ്. അതിലുമപ്പുറം ഇപ്പോൾ ഇതിലൂടെ ലഭിച്ച വരുമാനങ്ങളിലടക്കം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇടപെടുകയാണ് എന്ന വാർത്തകൾ കൂടി വരികയാണ്. സഞ്ജു ടെക്കിയുടെ അനുഭവം പലർക്കും ഒരു ഉദാഹരണമാണ്, മാതൃകയാണ്. ഈ രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയാൽ നിങ്ങൾക്കെതിരെ പിടി വീഴുമെന്നത്. ദാവു സർ, ഇതിങ്ങനെ എത്ര കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും റോഡിലൂടെ ഈ നിയമലംഘനം നടത്തിയ യുവാക്കളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണോ പറയേണ്ടത്? അല്ല, അതിൽ രണ്ട് കാര്യം. ഇപ്പം കഴിഞ്ഞ ദിവസം ദിവ്യ ഉദ്ദേശിച്ചത് കാറിൻ്റെ പുറത്തേക്ക് തലയിട്ട് യാത്ര ചെയ്യുന്ന, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ചെയ്യുന്ന പലതരം ഏർപ്പാടുകളാണ്. അപകടം ഉണ്ടാകുന്ന വെച്ചാൽ അവർക്ക് മാത്രമല്ല, കൂടെ റോട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൂടെ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിശ്ചയമായി അതിനെതിരെ നടപടി എടുക്കണം. നമ്മുടെ അങ്ങനെ നടപടി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഗംഭീരമായി ലോ എൻഫോഴ്സ്മെൻറ്റ് നടത്തുന്ന ഒരു ഏജൻസി MVD ആണ്. ഏറ്റവും അരസികന്മാരുടെ ഒരു സംഘമാണത്. അപ്പോൾ എല്ലാ നിലക്കും അവർ പ്രത്യേകിച്ച് ഇത്തരം നിയമലംഘനങ്ങളെല്ലാം ഏതോ നിലക്ക് വീഡിയോഗ്രാഫ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവരിത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസ്റ്റയ്ക്ക് വേണ്ടി, റീൽസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും അത് കാണും, അവരത് ലൊക്കേറ്റ് ചെയ്യും, ആളെ പിടിക്കും, പൂട്ടും. അപ്പോൾ അതുകൊണ്ട് അവൾ ഗംഭീരമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി നമ്മുടെ നാട്ടിൽ പോലീസും വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഈ സഞ്ജു ടെക്കിയുടെ കാര്യം പറഞ്ഞാൽ MVDയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അങ്ങേര് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്. എന്താണ്, കാറിൽ കുളം ഉണ്ടാക്കി. അപ്പോൾ സഞ്ജു ചോദിക്കുന്നുണ്ട്, എൻ്റെ കാറിൽ ഞാൻ കുളം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ കാറിൽ ഞാൻ കുളം ഉണ്ടാക്കി അത് വീട്ടിലിരിക്കണം. അത് റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ അത് നിയമലംഘനമാവും. നിയമലംഘനത്തിനെതിരെ സ്വാഭാവികമായിട്ടും നടപടിയെടുക്കും. അതിരിക്കെ തന്നെ അതിന് ഓഫ് കോഴ്സ് അത് ഞാൻ MVDയുടെ നടപടിയെ അത് തെറ്റായ നടപടിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ വേറെ ചില എലമെൻ്റ് കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ ഒരു 28 വയസ്സായ ഒരു യുവാവാണ്. അവരുടെ ഒരു എന്താ പറയുക, ഒരു ഹരം, ഞാനൊരു നിയമം ലംഘിച്ചു കളയാം എന്നതായിരിക്കില്ല പുള്ളിയെ പ്രചോദിപ്പിക്കുന്നത്. ഇങ്ങനെ ചില കളികളിൽ ഏർപ്പെടുക, ഒന്ന് കുറച്ച് റീൽസ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ഒരു നിതാന്ത ശത്രുവിനെ പോലെ വേട്ടയാടുക എന്ന് പറയുന്നത് അത് ശരിയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ആജീവാനന്തം വിലക്കി എന്ന് പറയുന്നത്, ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സെക്ഷൻ 19 പ്രകാരം ഇവർക്ക് അതിന് അധികാരമുണ്ട്. MVDക്ക് ലോ RTO, എൻഫോഴ്സ്മെൻറ്റ് RTOക്ക് അധികാരമുണ്ട്. ഓഫ് കോഴ്സ് ഇയാൾക്ക് അപ്പീൽ ചെയ്യാം. ഇനി ആജീവാനന്തം വിലക്കുന്നു. യൂട്യൂബിന് ഇവർ നോട്ടീസ് കൊടുക്കുകയാണ്. 12 കണ്ടൻറ്റ് ടേക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ട്. യൂട്യൂബ് അത് പരിശോധിക്കുന്നു, 8 എണ്ണം ടേക്ക് ഡൗൺ ചെയ്യുന്നു, ബാക്കി 4 എണ്ണം അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച്, നേരത്തെ ഇവിടെ നിഷാദ് പറഞ്ഞാൽ ഇവിടെ ഈ ഹെയ്റ്റ് മോങ്കേഴ്സിൻ്റെ ഒരു മഹാസമുദ്രമാണ് നമ്മുടെ നാട്. എല്ലാ ദിവസവും ശുദ്ധ വർഗീയത ഇങ്ങനെ ഛർദ്ദിച്ച് നടക്കുന്ന ഡസൻ കണക്കിന് യൂട്യൂബ് ചാനലുകൾ, അക്കൗണ്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വല്ലതും ടേക്ക് ഡൗൺ ചെയ്യും, വല്ലതിനൊരു നടപടി ഉണ്ട്. അതൊന്നും ഇല്ല. എന്തൊരു ഇപ്പോൾ ഈ MVDക്കാരെ പോലീസിലേക്ക് മാറ്റിയാൽ കുറച്ച് ഉഷാറാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ഭീകരമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ കൂടുന്നത്. അവന് ഓഫ് കോഴ്സ് അവനെ നിയമലംഘനം നടത്തി അതിനൊരു ഫൈൻ അടപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ലൈസൻസ് റദ്ദാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു നടപടി ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഈ ഒന്നാലോചിച്ച് നോക്കും, നമ്മുടെ ചെറുപ്പത്തിൻ്റെ ഹരങ്ങൾ, ആവേശങ്ങൾ, അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ മുമ്പ് ഇതേ വിഷയം ഓട്ടോ ഫോഴ്സ് വന്നപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. 3 ചെറുപ്പക്കാർ ബൈക്കിൽ പോവുകയാണ്. MVDയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? നിയമലംഘനം നടത്തുകയാണ്. നിയമലംഘനമാണ്. മറ്റൊരു ഭാഷയിൽ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ അവരെന്താ ചെയ്യുന്നത്? 2 ആൾക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് 3 ആളെ ഇരുത്തുകയാണ് അവർ ചെയ്യുന്നത്. അവർ അക്കോമഡേറ്റീവായിട്ടുള്ള ആളുകളാണ്, ഭയങ്കര ബോണ്ടിങ് ഉള്ള ആളുകളാണ്. അങ്ങനെ കൂടെ അതിനെ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഒരുതരം അമ്മാവൻ സിൻഡ്രം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നിയമലംഘനം തടയുക എന്നുള്ളത് മാത്രമല്ല, ഒരു അമ്മാവൻ സിൻഡ്രം വലിയ തോതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല.
യെസ്. നിഷാദിന് അങ്ങനെയാണോ? അല്പം കൂടിപ്പോയി എന്ന് പറയുന്നുണ്ടോ? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ചെറുപ്പത്തിൻ്റെ ആവേശത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇൻസ്റ്റഗ്രാമിലെ പുതിയ ട്രെൻഡുകൾ ആളുകൾ കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാനൊക്കെ കൊള്ളാം. പക്ഷേ നിയമം പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ സഞ്ജു ടെക്കി ഒരു നിയമ ലംഘനം ചെയ്യുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നാമത്തെ കാര്യം, നിയമലംഘനത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നുള്ളത് ഒരു ന്യായമല്ല നിയമത്തിന് മുമ്പിൽ. പോട്ടെ, അയാൾക്ക് അറിയില്ലായിരുന്നു, അതിൻ്റെ പേരിൽ അയാൾക്കെതിരെ നടപടി വരുന്നു, ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു. ആ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതിന് ശേഷം MBDയെ പരിഹസിച്ചുകൊണ്ടും ടോട്ടൽ സിസ്റ്റത്തെ അപഹസിച്ചുകൊണ്ടും പുള്ളി വേറൊരു കണ്ടന്റ് ചെയ്യാണ്. എനിക്ക് കോടികൾ കൊടുത്താലും കിട്ടാത്ത പബ്ലിസിറ്റി ഇത് അതുകൊണ്ട് കിട്ടിയിരിക്കുന്നു, എനിക്കെന്ത് സംഭവിക്കാനാണ്. പ്രൊവോക്ക് ചെയ്തു വീണ്ടും. കോടതി പോലും ഇതിനകത്ത് കടുപ്പിച്ചിടാനുള്ള കാരണം ആ നളിയൻ വീണ്ടും കണ്ടന്റാക്കി സിസ്റ്റത്തെ പരിഹസിച്ചു എന്നതുകൊണ്ടാണ്. വൈറലായി. അപ്പോൾ അതാണ് പ്രശ്നമായത്. പിന്നാണ് മാപ്പ് പറയാനൊക്കെ വന്നത്. പക്ഷേ അപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരുന്നു. ഇതിപ്പോൾ ആജീവനാന്തം ഇവർ വിലക്കിയാലും പുള്ളിക്ക് കോടതി പോകുകയും ചെയ്തു. ഇതിപ്പം മോട്ടോർ വാഹന വകുപ്പിൻ്റെയാണല്ലോ, കോടതി പോയിട്ട് അതിനുള്ള തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര ഗുരുതരമായ അപകടം ഉണ്ടാക്കിയ ആളെ കൊന്ന കേസൊന്നും അല്ലാത്തതുകൊണ്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു സംഗതിയാണ്. റീൽസ് ഉണ്ടാക്കാനും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു വരണം. ഇപ്പം സ്റ്റണ്ടിങ് നടത്തുക, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ പുറത്തേക്കിട്ട് വണ്ടിയെ അലക്ഷ്യമായി അപകടകരമായി ഓടിക്കുക, ഇതുപോലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞത്, അത് ചെയ്യുന്നത് അത് അനുകരണീയമായ മാർഗ്ഗമല്ല. ഈ വ്ളോഗർമാരെന്ന് വെച്ചാൽ എന്താണ്? അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനല്ലേ ഇപ്പോൾ പുതുതായിട്ട് വിളിക്കും. അപ്പോൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അവരൊരു സംഗതി ചെയ്തു, അത് തെറ്റിപ്പോയാൽ അത് തെറ്റാണെന്ന് സമ്മതിക്കലാണ് മികച്ച മാർഗ്ഗം. അല്ലാതെ തെറ്റിനെ കൊണ്ട് നമ്മൾ മൊത്തത്തിൽ വെല്ലുവിളിച്ച് കളയാം എന്ന സമീപനം സ്വീകരിക്കുന്നത് ഉചിതമായ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു സാമൂഹ്യ പ്രശ്നമാവും. ആ സാമൂഹ്യ പ്രശ്നം എന്നല്ല, ഇവരെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം ആൾക്കാരുണ്ട്. പണ്ട് ഈബുൾ ജെറ്റ് എന്ന് പറയുന്ന 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവർക്ക് MBDയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. MBD പിടിച്ചപ്പോൾ അവിടെ പോയി ഓഫീസിൽ പോയി വലിയ ബഹളവും സീനും ഉണ്ടാക്കുന്നു. കുറെ ഞങ്ങളെ MBD ചതിച്ചു ഗൈസ്. അപ്പോഴാണ് കുറെ പിള്ളേർ വന്ന് കേരളം കത്തിക്കും എന്ന് പറയുന്നത്. വേറൊരു യൂട്യൂബർ വന്ന് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ് കേരളത്തിൽ എന്ന് പറയുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അതിനോട് ഈ നമ്മൾ എന്താണ് കുറച്ചുകൂടി നിയമത്തിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ MBD കേരളത്തിൽ പാലിക്കുന്നത് കേരളത്തിലെ മാത്രം നിയമമല്ല, ഇന്ത്യയിലാകമാനമുള്ള റോഡ് സുരക്ഷാ നിയമങ്ങളാണ് അവരിവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു ട്രെൻഡ് എടുത്ത് നോക്കിയാൽ MBDയോട് പൊതുവെ ആളുകൾക്ക് ഒരു പിടിക്കാഴിയുണ്ട്. ഇവന്മാരെ ഇത് ഓവറാക്കുകയാണ്, എല്ലായിടത്തും കയറി പിടിക്കുന്നു. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ പ്രശ്നം, അവിടെ ഒട്ടിച്ചാൽ പ്രശ്നം, ഇത് ചെയ്താൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചില്ലല്ലോ, പിന്നെ സഞ്ജു ടെക്കി എന്തിനിങ്ങനെ വേട്ടയാടുന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചില്ല എന്നതുകൊണ്ട് സഞ്ജു ടെക്കി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കണം എന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ നോക്കൂ, അവിടെയൊക്കെ എന്തുമാത്രം തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ MBD നമ്മളെ വേട്ടയാടുന്നു പറയുന്നവരുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ നിയമം വേറെയാണ്, ഇവിടുത്തെ നിയമം വേറെയാണ്. മറ്റ് രാജ്യങ്ങളിൽ MBD മാത്രമല്ല ഉള്ളത്, ബാക്കി ടോട്ടൽ സംസ്കാരവും അവിടുത്തെ ആളുകളും എല്ലാം വേറെയാണ്. അവിടെ റോഡ് സുരക്ഷാ നിയമങ്ങൾ മാത്രമല്ല, നമ്മളും നമ്മുടെ സംസ്കാരവും നമ്മുടെ റോഡ് സുരക്ഷാ സംസ്കാരവും എല്ലാം വേറെയാണ്. അപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യുന്നതോ, വേറെ എവിടെയെങ്കിലും നിയമത്തെ വെച്ച് നമ്മുടെ നാട്ടിലെ നിയമത്തെ കമ്പയർ ചെയ്യുന്നതിലോ ഒരു അയുക്തികതയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇവർ ചെയ്യേണ്ട കാര്യം, തെറ്റ് പറ്റിപ്പോയാൽ അത് തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യുകയും അത് സമ്മതിക്കുകയും ചെയ്യലാണ് ഉണ്ടായത്. അതുണ്ടായില്ല. വെല്ലുവിളിച്ചാൽ കുറേ ആളുകളുടെ എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാത്ത കുറേ ആളുകൾ വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് അപകടത്തിലാക്കുക എന്ന് പറയില്ലേ, ആ പ്രോത്സാഹനം കണ്ടിട്ട് ഈബിൾ ജെറ്റിനും പറ്റിയതാണ്. കുറേ കേരളം മൊത്തം ഇപ്പോൾ ഹർത്താൽ ആചരിക്കും സഞ്ജു ടെക്കിക്ക് വേണ്ടി സഞ്ജു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഇന്ത്യൻ പീനൽ നിയമപ്രകാരമുള്ള ശിക്ഷ അയാൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ആവേശം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെയും അവിടുത്തെ ആൾക്കൂട്ടത്തെയും ഹിറ്റിനെയും കണ്ടിട്ട് കാണിക്കേണ്ട ഒരു കാര്യമല്ല എന്ന കാര്യം എല്ലാവർക്കും ഇനി ബോധ്യപ്പെടട്ടെ. നല്ല കണ്ടന്റ് ഉണ്ടാക്കട്ടെ. ഇനിയിപ്പോൾ ഒരു തെറ്റ് പറ്റിപ്പോയ തെറ്റാണെന്ന് സമ്മതിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പറയുക. നമ്മൾ റോഡ് നിയമങ്ങൾ എത്ര പേരാണ് അപകടത്തിൽ ഒരു ദിവസം വരുന്നത്? നമ്മൾ എല്ലാ ദിവസവും അപകട വാർത്ത വായിക്കുന്നു. അപ്പോൾ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള നിയമത്തിൻ്റെ എൻഫോഴ്സ്മെൻറ്റിനെ നമ്മൾ പിന്തുണയ്ക്കണമെന്നാണ് എനിക്കുള്ള അഭിപ്രായം. അത് ദാവൂദ് സാഹിബ് പറഞ്ഞ വിശാലമായ മാനവികതയുടെ കാഴ്ചപ്പാടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ നിയമം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അതാണ്. യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതും റീൽസ് ചെയ്യുന്നതും ഒക്കെ നല്ലത് തന്നെ, അത് വരുമാനം ഉണ്ടാക്കാൻ നല്ലൊരു മാർഗം കൂടിയാണ്. പക്ഷേ അതൊന്നും നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചാകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി നിങ്ങളൊക്കെ സഞ്ജു ടെക്കി അനുകരിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായും നിങ്ങൾക്കെതിരെയും നടപടി വരും. മോട്ടോർ വാഹന വകുപ്പ് വെറുതെ ഇരിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.